ഹായ് ഫ്രണ്ട്സ്, സാപ്പിഴ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഗുമസ്ത എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. വലിയ താരനിരകളൊന്നുമില്ലാതെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സമയത്ത് കാണാൻ പറ്റിയില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വേറൊരു സിനിമയ്ക്കായിരുന്നു പോകണമെന്ന് വിചാരിച്ചത്. എൻ്റെ ഒരു ആവശ്യം കഴിഞ്ഞതിന് ശേഷം വേറൊരു സിനിമയ്ക്കായിരുന്നു പോകണമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പറ്റുന്ന ആ ഒരു ടൈമിൽ ആ ഒരു സിനിമയുടെ ഷോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ സിനിമയിൽ കയറി, ഗുമസ്ത എന്ന് പറഞ്ഞ സിനിമയിൽ കയറി. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ കയറിയതാണ് ഈ ഒരു സിനിമ. ഞാൻ ഈ സിനിമയുടെ മറ്റുള്ള റിവ്യൂസ് കാര്യങ്ങളൊന്നും എവിടെയും നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു പ്രതീക്ഷയില്ലാതെ കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സസ്പെൻസ് ക്രൈം ത്രില്ലർ രൂപാന്തരപ്പെടുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ഈ സസ്പെൻസ് ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ തോന്നിയത്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആരാണ് കൊലപാതകി എന്നുള്ളതാണല്ലോ നമ്മൾ പല സിനിമകളിലും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കൊലപാതകി ആരാണെന്നുള്ളതല്ല, ആരെയാണ് കൊന്നത്, അതാണ് ഈ സിനിമയുടെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. ആരെയാണ് കൊന്നത് എന്നുള്ളത്. ഈ നിയമങ്ങളുടെ എല്ലാ നൂലാമാലകളും കലക്കി കുടിച്ച ഒരു വക്കീൽ ഗുമസ്തൻ ആൻഡ്രൂസ് പള്ളിപ്പാടൻ അദ്ദേഹത്തിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ക്രൈം നടക്കുകയാണ്. ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വേലക്കാരി പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യാണ്. അങ്ങനെ പോലീസുകാർ വരുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ മെയിൻ വേഷത്തിൽ വന്നിട്ടുള്ളത് ജെയ്സ് ജോയ് എന്നൊരു നായകനാണ്. വില്ലൻ വേഷങ്ങളിലൊക്കെ എന്തായാലും വന്നുകൊണ്ടിരുന്ന നായകനാണ് ജെയ്സ് ജോയ് എന്ന് പറഞ്ഞാൽ. ഗുമസ്ത എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ റോൾ വന്നിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗ്, ആ ഒരു സ്ക്രീനിൽ വന്ന് നോക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടി വന്ന ഒരു സ്വാഗ് സൂപ്പറായിരുന്നു എന്ന് പറയാം. കിഡു അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ കരിയറിലെ ബെസ്റ്റ് കഥാപാത്രം, ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഇതിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. കിടുവായിരുന്നു ഉള്ളതാണ്. പിന്നെ ബിബിൻ ജോർജ്, ദിലീഷ് പോത്തന്, അസീസ് നെടുമക്കാട്, ഇത് ഒരുപാട് പേര് ഈ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലർ ഈ ജേണലിൽ പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. പിന്നെ സ്റ്റീഫൻ ദേവസിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളാമായിരുന്നു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ക്ഷമിക്കാം. അപ്പോൾ ഇതാണ് ഈ സിനിമ. വലിയ താരനിരകളൊന്നും ഇല്ലാതെ ഒരു കിടിലൻ സസ്പെൻസുള്ള സിനിമ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അമൽ കെ ജോബിയാണ്. അദ്ദേഹം നമുക്ക് നല്ലൊരു സിനിമയായിരുന്നു. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ എനിക്കൊരു പോരായ്മയായിട്ട് എനിക്ക് ഈ സിനിമയ്ക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു താരനിരകളില്ല എന്നുള്ളത്, പ്രധാനപ്പെട്ട താരനിരകളൊന്നും ഇല്ല എന്നുള്ള ഒരു പോരായ്മയായിട്ട് എനിക്ക് ഈ സിനിമ തോന്നിയത്. പിന്നെ അത് കൂടാതെ കുറച്ച് ലെങ്തി ആയിപ്പോയിട്ടുള്ളത്. 2.5 മണിക്കൂറിൻ്റെ അടുത്ത് സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ സിനിമ തീർത്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് ക്രിസ്പ് ചെയ്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ കുറച്ച് തീർത്തിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു അടിപൊളിയാകുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ ഇമോഷണലായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു ഒറ്റ പ്രശ്നം കൂടി ഉണ്ട് ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ്. ബാക്കി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമ, ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലർ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് ഗുമസ്ത എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിലൂടെ. എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ. ഞാൻ പറഞ്ഞ ഒരു കൊച്ചു സിനിമയാണ്. ആ ഒരു കൊച്ചു സിനിമ എന്നുള്ളതിൽ പോയി കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തരും. അതാണ് സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. ചിലപ്പോൾ വലിയൊരു താരനിരയായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം ഇത്ര ശ്രദ്ധിക്കപ്പെടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അടിപൊളി സ്ക്രിപ്റ്റാണ്. അത് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കാമായിരുന്നു ഉള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എന്തായാലും കണ്ടുകൊണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്തതാണ്. ഇപ്പം കുറഞ്ഞ തിയേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ശരിക്കും അറിയാതെ കുറച്ചുകൂടി തിയേറ്ററിൽ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഈ അടുത്തിറങ്ങിയ മറ്റ് സിനിമകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മറ്റെല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇനി പുഷ്പവിമാനം കാണാൻ വിചാരിക്കുന്നത്, ആ സിനിമ കാണാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പോയ ആ സമയത്ത് ആ ഒരു സിനിമയുടെ ഷോ ഇല്ലായിരുന്നു. ഈ സിനിമയുടെ ഷോ ആണുള്ളത്. അതുകൊണ്ടാണ് ഈ സിനിമയിൽ കയറിയതാണ്. എന്തായാലും പുഷ്പവിമാനം കാണുന്നുണ്ട്. കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.